നമസ്കാരം. അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു ആണവായുധം വഹിക്കാൻ സാധിക്കുന്ന ബാലിസ്റ്റിക് മിസൈലെങ്കിലും പരീക്ഷിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്ന സാഹചര്യത്തിൽ പുതിയ ചൈനീസ് ചാരക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് നീങ്ങാൻ തുടങ്ങി എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഉപഗ്രഹങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള യുവാൻവാങ് 3 എന്ന കപ്പൽ ഇന്ത്യയുടെ ചുറ്റുമുള്ള കടലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെയുള്ള 4ാമത്തെ ചാരക്കപ്പലായിരിക്കും. ചൈനക്കാർ ഇതിനകം സിയാങ് യാങ് ഹോങ് 1, സിയാങ് യാങ് ഹോങ് 2, ഡാ യാങ് ഹാവോ എന്ന സമുദ്ര വിഭവ സർവേ കപ്പലിനൊപ്പം വിന്യസിച്ചിട്ടുണ്ട്. ഈ മാസം ആദ്യം നോട്ടം എന്നറിയപ്പെടുന്ന വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യ നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് ഈ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചത്. ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ഏപ്രിൽ 3, 4 തീയതികളിൽ ഇന്ത്യ പുതിയ നോട്ടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആണവായുധ ശേഖരത്തിൽ അടുത്ത തലമുറ ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലായ അഗ്നി പ്രൈം വിക്ഷേപിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നതായി സൂചിപ്പിക്കുന്ന 1600 കിലോമീറ്ററാണ് നോട്ടം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ എല്ലാ കപ്പലുകളുടെയും നീക്കങ്ങൾ ഇന്ത്യൻ നാവികസേന സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് പ്രതിരോധ സുരക്ഷാ സ്ഥാപന വൃത്തങ്ങൾ അറിയിച്ചു. 3 ചൈനീസ് ചാരക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടെന്നും ഒരെണ്ണം കൂടി വരുന്നുണ്ടെന്നും അറിയാമോ എന്ന ചോദ്യത്തിന് കടലിന് അടിയിൽ ഉൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ എല്ലാ കപ്പലുകളും ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞു. ഇന്ത്യ ആസൂത്രണം ചെയ്ത മിസൈൽ പരീക്ഷണത്തിന് തൊട്ടു മുൻപ് ഒരു ചൈനീസ് കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കുന്നത് ഇതാദ്യമായല്ല. 2022 നവംബറിൽ മിസൈൽ പരീക്ഷണങ്ങൾ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള ചൈനീസ് ഗവേഷണ കപ്പലായ യുവാൻവാങ് 6 ആസൂത്രിത മിസൈൽ പരീക്ഷണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. ആ വർഷം ഡിസംബറിൽ ഇന്ത്യ ബംഗാൾ ഉൾക്കടലിൽ ഒരു നോട്ടം പുറപ്പെടുവിച്ചു. ഇതിനുശേഷം ഒരു ചൈനീസ് ഗവേഷണ കപ്പലായ യുവാൻവാങ് 5 അതിന്റെ ഗതിയിൽ യു-ടേൺ ചെയ്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. കടൽ തീരത്തെ മാപ്പ് ചെയ്യുന്നതിനായി ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അണ്ടർ വാട്ടർ ഗ്ലൈഡറുകൾ പ്രവർത്തിക്കുന്നതായും സംശയിക്കുന്നുണ്ട്. അത്തരം അഭ്യാസങ്ങൾ വഴി ശേഖരിക്കുന്ന വിവരങ്ങളിൽ പ്രവാഹങ്ങൾ, വെള്ളത്തിന്റെ ലവണാംശം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അവ അന്തർവാഹിനി യുദ്ധത്തിന് നിർണായകമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണത്തെയും മിസൈലുകളെയും ഇപ്പോൾ ചൈന വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ എഴുതുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.